ഇന്നത്തെ റെസിപ്പി നമുക്ക് ലഞ്ചിനുള്ള ഒരു അടിപൊളി കറിയാണ്. മുരിങ്ങയ്ക്കായും ഉണക്കക്കൊഞ്ചും ചക്കക്കുരുവും മാങ്ങായും കൂടെ ഇട്ട് വയ്ക്കുന്നതാണ്. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങ വേണം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വേറെ പുളി ചേർക്കുന്നില്ല. ഈ മാങ്ങയുടെ പുളിയാണ് ഈ കറിക്ക്. എന്നിട്ട് ചക്കക്കുരു ആണെന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഈ കൊഞ്ചാണെങ്കിൽ വറക്കണം. വറുത്തിട്ട് അതിൻ്റെ തലയും വാലും എല്ലാം പൊടിച്ച് കളഞ്ഞിട്ട് വേണം നമുക്ക് അത് ഉപയോഗിക്കാൻ. കൊഞ്ചൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലൊരു മുറത്തിലിട്ടിട്ട് തവിയോ ഇല്ല ചിരട്ടയോ വെച്ച് നമുക്കിങ്ങനെ പൊടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തലയും വാലും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് കറിക്കകത്തിട്ട് കൊടുക്കാൻ. ആ കൊഞ്ചൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തു. അപ്പം ആ കൊഞ്ചിൻ്റെ ഫ്ലേവർ നല്ല കറിക്കകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. മുരിങ്ങയ്ക്കായും ഉണക്കക്കൊഞ്ചും ചക്കക്കുരുവും പച്ചമാങ്ങ ഒക്കെ ഇട്ടിട്ട് ഒരു നാടൻ കറിയാണ് ഇത്. അരപ്പിന് ആവശ്യമുള്ള തേങ്ങയും അതിൻ്റെ കൂടെ 4-5 ചെറിയ ഉള്ളിയും കൂടെ എടുക്കണം. ചെറിയ ഉള്ളി കുറച്ച് കൂടുതലിട്ട് അരച്ചാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ മുരിങ്ങയ്ക്കായും ചക്കക്കുരും എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ആ വെള്ളമെല്ലാം ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തിളയ്ക്കും. നമ്മൾ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തിളയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ കറിയാണെങ്കിൽ അധികം തിളപ്പിക്കരുത്. നല്ല ചെറുതായിട്ട് ചൂടാക്കി വേണം എടുക്കാൻ. കുറച്ചുകൂടെ ഈ കറിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ചുകൂടെ ലൂസാക്കണം. ഇല്ലെങ്കിൽ ഇത് തണുത്ത് കഴിയുമ്പം അത് കട്ടിയായിപ്പോവും. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് നമുക്ക് കടുക് വറക്കണം. ഞാൻ 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും കരിയാപ്പിലയും എല്ലാം നല്ല മൂപ്പിച്ച് എന്നിട്ട് കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് അതും കൂടെ ലാസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കറിക്കകത്തോട്ട് കടുക് വറുത്ത എല്ലാം കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്യണം. അടിപൊളി കറിയായിരുന്നു. ചോറിന് നല്ല ടേസ്റ്റായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊഞ്ചിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് ഈ കറിക്ക്. ചക്കക്കുരു പച്ചമാങ്ങ അപ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണേ. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.